ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ നായക് ഡയറക്റ്റ് ചെയ്യുന്ന, റൈറ്റ് ചെയ്ത പടം. എടുത്തു പറയേണ്ടതും ഈ മനുഷ്യനെ പറ്റിയാണ്. ഒരു രക്ഷയില്ലാതെ പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ. അതൊരു വല്ലാത്ത മാജിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡും ഇതിൻ്റെ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തന്നേക്കുന്ന കോൺട്രിബ്യൂഷൻ, ലെറ്റ്സ് പഴയ കാലത്ത് CD പ്ലെയർ, മറ്റേ വെബ് ക്യാമറ, ഹാൻഡി ക്യാമറ, പിന്നെ ഡീറ്റെയിലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ. ലിറ്ററലി നമ്മുടെയൊക്കെ പഴയ കാലത്തോട്ട് പുള്ളി കൊണ്ടുപോയി. അതാണ് എനിക്കിവിടെ ഈ മെയിനായിട്ട് സിനിമയെ പറ്റി പറയാനായിട്ട് എനിക്ക് തോന്നിയത്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സിനിമയെ പറ്റി പറയാൻ. ബിക്കോസ് ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ്. ഞാൻ ആദ്യം എടുത്തത് എനിക്ക് സാറ്റിസ്ഫാക്ഷനേ കിട്ടുന്നില്ല. ബിക്കോസ് എന്താ പറയുക, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞു പോകണുണ്ട് കേട്ടോ. അത് ഒന്നാമത്തെ കാര്യം, അഭിനവ് സുന്ദർ നായകന് ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. ബിക്കോസ് യു ഹാവ് എ ബിഗസ്റ്റ് ബോൾ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. എനിക്ക് അത്രേ പറയുള്ളൂ. ഇത്രയൊക്കെ ധൈര്യം വെച്ചിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റി പറയാൻ വേറെ ആരൊക്കെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഒരു പീപ്പിൾ പ്ലീസറിന് മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. കണ്ടവന്മാരെ മൂട് താങ്ങണം, അവർ പറയണ തമാശയ്ക്ക് ചിരിക്കണം, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഒന്നും ഒരാൾക്കും ഈ ഇൻഡസ്ട്രിയിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അതായത് കഴിവുണ്ടവന് അംഗീകരിക്കും, പക്ഷേ ആ ഒരു ലെവലിലോട്ട് എത്താനായിട്ട് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട്. ഇപ്പം ഈ ഒരു പടം സംഭവിച്ചു. ഹാറ്റ്സ് ഓഫ് ടു ദ പ്രൊഡ്യൂസർ ആഷിഖ് ഉസ്മാൻ. ബിക്കോസ് ഇത്രയും ധൈര്യമായിട്ട് ഇങ്ങനൊരു സാധനം എടുക്കാൻ ആ പ്രൊഡ്യൂസറിന് സമ്മതിക്കണം. I'm not even kidding. This is gonna piss lot of people off, ഈ സിനിമ. അത് വല്ലാത്ത ഒരു കഴിവ് തന്നെയാണ്. പിന്നെ JXP ജോയുടെ മ്യൂസിക് വളരെ സട്ടിലായിട്ടുള്ള, ഭയങ്കര മാസ് പരിപാടിയൊന്നും അല്ലാതെ വളരെ സട്ടിലായിട്ടുള്ള മ്യൂസിക്കാണ് JXL കൊടുത്തത്. പടത്തിന് വേണ്ട സാധനം കിട്ടില്ല. സിനിമാറ്റോഗ്രാഫർ ഒടുക്കത്തിൽ വിശ്വജിത്ത് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, പക്ഷെ അല്ലെന്നാണ് എൻ്റെ ഒരു സംശയം. വേറെ ആരുമാണ് ഞാൻ കണ്ടത്. എഡിറ്റർ നിതിൻ രാജ് അരുളും അഭിനവ് സുന്ദർ നായകുമാണ്. മാഷ റംസ കോസ്റ്റ്യൂമും കിടിലം. പിന്നെ VFX ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരൊന്നും കൊടുത്തില്ല. ഇവന്മാർ എന്തൊരു കോമഡിയാണെന്തോ കാണിച്ചേക്കുന്നത്. കൊറിയോഗ്രാഫർ ഷോബി മാസ്റ്റർ. എടാ VFX അവിടെ VFX ടീമിനൊക്കെ ഹാറ്റ്സ് ഓഫ് കൊടുക്കണം ഈ പടത്തിൽ. ഞാൻ ഇതിലൊരു ഷോട്ടുണ്ട്, രണ്ടുപേര് ഷറഫും നമ്മുടെ നസ്രീനും കൂടെ നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട്. ഫ്രണ്ടിൽ മിറർ. അപ്പോൾ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ വരെയാണ്. അവർ മിററിലുണ്ട്. ഒന്നെങ്കിൽ ക്യാമറയെ അവർ ക്ലീൻ ചെയ്തത്. അതെന്ത് ഞാൻ കുറേ ആലോചിച്ച. ഒന്നെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് VFX ആണോ അത് വേറെ വല്ല പരിപാടിയാണോ ഞാൻ അങ്ങനെ ചിന്തിക്കുകയായിരുന്നത്. അതേപോലെ ഒരു ട്രാക്ക് ഷോട്ട് ഉണ്ട്, ഒരു ഇങ്ങനെ 360 കിടിലം. അത് പക്ഷേ ട്രാക്ക് ഇട്ടല്ല ഇത് ചെയ്യുന്നത്. ട്രാക്ക് ഇട്ടിട്ട് ഒരിക്കലും അങ്ങനെ കിട്ടൂല. സോ അതങ്ങനെ കുറേ കിടിലം ഷോട്ട്സും. ഞാൻ ഇത് ഭയങ്കര രസമായിട്ടാണ് ഈ പടം എടുത്തേക്കണം. ഞാൻ എസ്പെഷ്യലി ഇതിൻ്റെ ഡീറ്റെയിലിങ്, ഇതിൻ്റെ ഫ്രെയിമിങ്, ഇറ്റ്സ് സോ ഗുഡ്. നമ്മൾ മുകുന്ദൻ ഉണ്ണിയൊക്കെ കണ്ടതുപോലെ അത്ര മുകുന്ദൻ ഉണ്ണി പോലെ പ്രതീക്ഷിക്കില്ല കേട്ടോ. ഇത് റാൻഡാണ് പുള്ളിയുടെ. ഇത് അഭിനവിൻ്റെ ഒരു റാൻഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കിട്ടില്ല പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇൻഡസ്ട്രി ആയിട്ട് കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാം. ഐ റിയലി ലൈക്ക് ദിസ് മൂവി. ഐ വുഡ് ഗിവ് വേറെ ലെവൽ പരിപാടി. പിന്നെ ഈ സിനിമ പറഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അയ്യോ, ഇത് ലേസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ദേ ടോക്ക് അബൌട്ട് റെപ്യൂട്ടേഷൻ, ദേ ടോക്ക് അബൌട്ട് എൻവി, അസൂയ, കുശുമ്പ്, ഈഗോ. അതൊക്കെ വേറെ. അതാണ് പറയുന്നത്, അതൊക്കെ വേറെ ടോപ്പിക്ക്. അതിനെയൊക്കെ വെച്ച് സിനിമയൊക്കെ എടുക്കാൻ പോയ കോമഡിയാണ്. ഈഗോ ക്ലാഷ്, മറ്റത് മറിച്ചത്, ചോറി, നിന്നെ ഞാൻ നന്നാക്കൂല, അങ്ങനെ തുനിഞ്ഞിറങ്ങുന്ന ആൾക്കാരുണ്ട്. നിന്റെ ഒരു പടം നാട്ടുകാർ കാണില്ല എന്ന് അങ്ങനത്തെവരുണ്ട്. ഞാൻ പറഞ്ഞ വി ആർ നോട്ട് ലിവിങ് ഇൻ എ പെർഫെക്റ്റ് വേൾഡ്. നോ, നമ്മളാരും നല്ലവന്മാരും അല്ല, നമ്മളാരും ഒരു പെർഫെക്റ്റ് ലോകത്തിലും അല്ല ജീവിക്കുന്നത്. ഇവിടെ ആരും സ്വർഗത്തിൽ നിന്നൊന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ടില്ല. എല്ലാവർക്കും നല്ല ചെയ്ത് കൊടുക്കുന്ന ഒരു ടീം അങ്ങനില്ല. എല്ലാ എണ്ണത്തിനും അവിടെ ഇവിടെ ചൊറിയാണ്. ഇൻക്ലൂഡിങ് മീ. നോബഡി ഈസ് പെർഫെക്റ്റ്.
നമുക്കിടയിൽ നമ്മുടെ ഇടയിൽ അസൂയുണ്ട്, കുശുമ്പുണ്ട്, ഈഗോ ഉണ്ട്. ഒരുത്തൻ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പം എൻ്റെ അപ്പുറത്തേക്കുന്ന ഒരുത്തൻ ഷോ കാണിക്കുകയാണ്, എനിക്കറിയാം സോഷ്യൽ മീഡിയയെ പറ്റി, നിനക്കൊന്നും അറിയാമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവൻ്റെ ലെവലിലോട്ട് ഇറങ്ങും. നമ്മൾ വാറക്കും ഇവരെ കുറച്ച് നാളായിട്ട് നമ്മൾ ഈ സാധനത്തിൽ നിൽക്കുകയാണ്, നിനക്ക് എന്തിനറിയാം, നിനക്ക് കുണ്ടി അറിയാം, ഇപ്പം നിനക്ക് എന്തറിയാം, ഈ ഡയലോഗ് വരും. പറഞ്ഞില്ലെങ്കിൽ തലയിലെങ്കിലും അത് പറയും ഇല്ലേ? അതാണ് പറയുന്നത്. നമ്മൾ ആരും അങ്ങനെ ഒരു പെർഫെക്റ്റ് ലോകത്തിൽ ജീവിക്കുന്നത്. ഞാൻ പറയില്ല, നമ്മൾ സിനിമയൊക്കെ കാണുന്നത് മേക്ക് ബിലീഫാണ്. നമ്മൾ റോക്കി ബായ് മറ്റേ അവിടുത്തെ തടന്തം കള്ളിൽ നടക്കുന്നവരെ അടിച്ചൊതുക്കാനായി വന്ന റോക്കി ബായൊക്കെ നമ്മൾ കാണുമ്പോൾ അയ്യോ എന്ന് പറയണം. അതൊരു ഫാൻറ്റസിയാണത്. ബിക്കോസ് നമുക്കും അറിയാം, നമുക്ക് ഒരിക്കലും റോക്കി ബായെ പോലെ ആവാൻ പറ്റൂല എന്ന്. അങ്ങോട്ട് ചെന്നാൽ മതി, അടിച്ചു ഒതുക്കി വിടും. ഇവിടെ അതാണ് നമ്മളെ ലോകം. അതൊരു ഭയങ്കര വിയേർഡായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നത് തന്നെ ഡേഞ്ചറാണ്. മനസ്സിലായില്ലേ? ഫെയിം ഇസ് ഡേഞ്ചർ. പൈസ കിട്ടുന്നൊന്ന് ഒരാൾ, ഇപ്പം അംബാനി, നമ്മൾ വിചാരിക്കുക അംബാനിക്കൊന്നും ഒരു ടെൻഷനും ഇല്ല, സെറ്റായിരിക്കും. പക്ഷേ പുള്ളിക്ക് അറിയാം പുള്ളിയുടെ സ്ട്രെസ് എന്തിനായിരിക്കും എന്ന്. മനസ്സിലായില്ലേ? അതൊക്കെ ആണ്ടേ ഈ പവർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് വേറൊരു കേസാണ്. അതൊക്കെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാം. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ പടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ പറഞ്ഞു പോകുന്നുണ്ട്, വിച്ച് ഇസ് കൈൻഡ് ഓഫ് വെരി റെലവൻറ്റ്. നമ്മൾ ഭയങ്കര റെബലായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള പണി നമുക്ക് കിട്ടും. വേറെ നമ്മൾ മറ്റവർ പറയുന്ന പോലെയൊക്കെ തലയൊക്കെ ആട്ടി അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിച്ചു പോവാം. വി ക്യാൻ സർവൈവ്. പക്ഷെ ആ സർവൈവ് എന്നിടത്ത് യു വിൽ ലൂസ് സംതിങ് കോൾഡ് ഇൻഡിവിജ്വാലിറ്റി. സിമ്പിൾ. എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടൂല. അതാണ് ഈ പടം പറഞ്ഞുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം അതാണ്. അവസാനം ഷറഫുദ്ദീൻ്റെ ഒരു ചിരിയുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടും എന്തായി എന്ന്. അത് തന്നെ, അതാണ് ജീവിതം. ആൻഡ് ഐ റിയലി ലവ് ദിസ് മൂവി വൺസ് അഗൈൻ. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി നസ്ലിൻ, ലെറ്റ് ഇറ്റ് ബി എനിവൺ. നമ്മുടെ ഷാജഹാൻ, അവൻ്റെ പേരെന്തരായിരുന്നു, നമ്മളെ പയ്യനാണ്, ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഷറഫുദ്ദീൻ, റോഷൻ ഷാനവാസ്, സംഗീത് പ്രദീപ്, രാജേഷ് മാധവ്, അൽത്താഫ്, അങ്ങനെ ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ദേ ഓൾ കുറേ ക്യാമിയോസ് ഉണ്ട്. ഇത് വാസ് എ വെരി നൈസ് മൂവി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയും, സിനിമാ ലോകത്തിൽ ഏറെക്കുറെ ഇതുപോലെയൊക്കെയാണ്, നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, ആൻഡ് യാ ഡ്യൂഡ്, വൺസ് അഗൈൻ ബിഗ് ബോൾസ് മാൻ. അല്ലാതെ ഇത് വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റൂല. സോ യാ, ലവ്ഡ് ഇറ്റ്. ഞാനൊരു ശ്രീനിവാസൻ പുള്ളിയൊക്കെ നിങ്ങളെ കാണുന്നത് കേട്ടോ. അത് വേറൊരു മനുഷ്യനായിരുന്നു, അങ്ങനത്തെ ഇതുള്ളായിരുന്നു. ഐ മിസ് ഹിം മാൻ, ഹി വാസ് വേറെ ലെവൽ. ബട്ട് യാ, താങ്ക് യു ഫോർ ദിസ് മൂവി. ഐ ലവ്ഡ് ഇറ്റ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെടാം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം, എന്തും ചെയ്യാം. ദാറ്റ്സ് ഓൾ അപ് ടു യു. നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ പറയുക. ഐ ക്യാൻ ഗോ ഓൺ ആൻഡ് ഓൺ. ഈ സിനിമയിൽ DTS പറ്റി ഒത്തിരി നൊസ്റ്റാൾജി ചെയ്യുന്നു. DTS 3D, എസ്പെഷ്യലി DTS. ഞാനും കറങ്ങിയിരുന്നിട്ടുണ്ട് അത് ആ സമയത്ത്. എൻ്റെ ഫസ്റ്റ് DTS പടം ഏതായിരുന്നു? ഗോഡ്സിലയാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ദ ഫസ്റ്റ് വാസ് ഗോഡ്സില, ഇഫ് ഐ എം നോട്ട് റോങ്. എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ പണ്ട് നമ്മൾ ന്യൂ തിയേറ്ററിലായിരുന്നു DTS ആദ്യം വരുന്നത്, ട്രിവാൻഡ്രം ന്യൂ തിയേറ്റർ. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ഞാൻ ആദ്യമായിട്ട് DTS കാണുന്നത് അവിടെയാണ്, ട്രിവാൻഡ്രം ന്യൂ തിയേറ്റർ. അപ്പം മിക്ക ഇംഗ്ലീഷ് സിനിമകളും അവിടെയാണ് വരുന്നത്, ബിക്കോസ് DTS അവിടെ ഉള്ളത് കൊണ്ട് മിക്ക അത് പറയാവുന്നതാണ്. സോ യാ, ഐ തിങ്ക് ഇറ്റ് വാസ് ഗോഡ്സില. മറ്റേ ഇയാം എംറിച്ച് ഇല്ലേ, മറ്റേ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഒക്കെ ഡയറക്ടർ. മമ്മി ഞാൻ തിയേറ്ററിൽ പോയി അല്ല കണ്ടത്. മമ്മി കണ്ടിട്ടില്ല. മെട്രിക്സ്, സനിയൊക്കെ മെട്രിക്സ് കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ. എന്നെ കൊണ്ടുപോയില്ല, കൊരങ്ങൻ. എനിക്ക് അതിന് സനിയുടെ ഇന്നും ദേഷ്യമുണ്ട്. സനി മെട്രിക്സ് തിയേറ്ററിൽ പോയാണ് കണ്ടത്. അത് എനിക്ക് വല്ലാത്തൊരു മിസ്സായിപ്പോയി. ഇപ്പോൾ ആ വൃത്തിയുടെ പടം പിന്നെ റിലീസൊന്നും ചെയ്തില്ല മെട്രിക്സ്. എന്തിനാവട്ടെ. അപ്പം അതാണ്, എനിക്ക് ഒരുപാട് ഉണ്ട് ഈ സിനിമയെ പറ്റി പറയുമ്പോൾ നമ്മൾ സ്പോയിലർ ടെറിട്ടറിയിലോട്ട് കയറൂടെ.
അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. ഇഷ്ടം പോലെ സാധനങ്ങൾ നിങ്ങൾ നൊസ്റ്റാൾജിയൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമല്ലോ. പിന്നെ എനിക്ക് സിനിമയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഭയങ്കര ലെങ്ത് കൂടിപ്പോയതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ഉണ്ട് കേട്ടോ. ഇത്രയും ലെങ്ത് ഈ പടത്തിന് വേണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഈവൻ ദോ ഐ ലൈക്ക് ദ മൂവി, ഐ ഫീൽ ദിസ് മൂവി വാസ് ടു ലെങ്തി. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തതായിരിക്കാം, നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ലായിരിക്കും. ഡാർക്ക് ഹ്യൂമേഴ്സൊക്കെയാണ് സിനിമ പറയുന്നത്. അത് അങ്ങനെ കാണുക. ജഗദീഷ് ഏട്ടൻ പടത്തിലുണ്ട്, നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഷറഫുദ്ദീൻ വാസ് പൊളി. ഞാൻ പറയാം എല്ലാവരും നല്ലതായിരുന്നു. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, അത്ര തന്നെ. ശരി എന്നാൽ ബൈ.